ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും MA ഹിസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ MA ഹിസ്റ്ററി സിലബസിലെ MH105 എന്ന കോഡ് നെയിമുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ടു 1700 എന്ന ടൈറ്റിലുള്ള ഒരു പേപ്പറാണ്. ഈ പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആണ് ഈ ഒരു ക്ലാസ്. അതായത് എന്താണ് ഈ പേപ്പർ, ഈ പേപ്പറിൽ പറയുന്ന കണ്ടന്റ് എന്താണ്, ഈ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുക, അതുപോലെ തന്നെ ഈ പേപ്പറിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര തീംസ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ യൂണിറ്റിലും അല്ലെങ്കിൽ ഓരോ തീമിലും പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ടറി സെഷന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലാസ് ഒരു 10 to 15 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുക. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി MH105 എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലോട്ട് സ്വാഗതം. ഈ പേപ്പറിന്റെ കണ്ടന്റ് എന്താണ്, പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇതിന്റെ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇവിടെ 3 ഇമേജുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പേപ്പർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ഈ 3 ഇമേജുകളിൽ പറയുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ 3 ഇമേജുകൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിലോട്ടുള്ള ഒരു ഹിന്റ് ആണ് തരുന്നത്, അല്ലെങ്കിൽ ഇതിലോട്ടുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഈ പേപ്പർ എന്താണ് എന്നുള്ളത് ഈ ഒരു 3 ഇമേജസ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് നമ്മളുടെ ഈ പേപ്പറിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം. ഈ പേപ്പറിന്റെ ടൈറ്റിൽ പറയുന്ന പോലെ ഈ പേപ്പർ മെയിനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ മെയിനായിട്ട് പറയുന്നത്, ഈ പേപ്പറിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഹിസ്റ്ററി എന്നാണ്. അതായത് ആൻഷ്യന്റ് കാലഘട്ടം മുതൽ, പുരാതന കാലഘട്ടം മുതൽക്ക് മിഡീവൽ പീരീഡ് വരേക്കുള്ള ഇന്ത്യയുടെ എക്കണോമിക് ഹിസ്റ്ററി ആണ് ഇത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിൽ 2 പോർഷൻസ് ആണുള്ളത്. ഒന്ന് ആൻഷ്യന്റ് പീരീഡ്, 2 മിഡീവൽ പീരീഡ്, അല്ലെങ്കിൽ ഏർലി പീരീഡ്, മിഡീവൽ പീരീഡ് എന്ന് 2 ആയിട്ട് ആണ് ഈ പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ പോർഷനിൽ പാർട്ട് 1 ഇന്ത്യയുടെ എക്കണോമിക് ഹിസ്റ്ററി, പുരാതന ഇന്ത്യയിലെ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യയിലെ എക്കണോമിക് ഹിസ്റ്ററി എങ്ങനെയായിരുന്നു എന്നാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് മനുഷ്യന്റെ ബിഗിനിങ് മുതൽക്ക് അതായത് നാടോടി സമൂഹങ്ങളുടെ വരവ്, അതുപോലെ തന്നെ ഹണ്ടേഴ്സ് ഗ്യാദറേഴ്സ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു നാഗരികത, ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ മൗര്യൻ എംപയറുടെ സമയത്തുള്ള ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ഗുപ്ത എംപയർ, ആ സമയത്ത് ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ അതിനുശേഷം ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ആൻഷ്യൻ പീരീഡിലെ ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഹിസ്റ്ററി എന്തായിരുന്നു, അല്ലെ ഇന്ത്യയുടെ സമ്പദ്ഘടന എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് പോർഷനിൽ. രണ്ടാമത്തെ പോർഷനിൽ കുറെ കൂടെ മിഡീവൽ പീരീഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വളരെ ഒരു ഷോർട്ട് സ്പാൻ ആണ് ഇതിൽ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ പീരീഡ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയൊരു പീരീഡ് ആണ്, ലോങ് പീരീഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പീരീഡിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് പോർഷനിലോട്ട് വരുമ്പോൾ ഒരു 500 ഇയേഴ്സിന്റെ ഒരു ഹിസ്റ്ററിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ മിഡീവൽ പീരീഡ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് 1200 മുതൽക്ക് 1750, അതായത് മുഗൾസിന്റെ ഡീക്ലൈൻ വരേക്കുള്ള ആ ഒരു 500 ഇയേഴ്സിന്റെ ഹിസ്റ്ററിയാണ് സെക്കൻഡ് പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോർഷനിൽ ഒരു ലോങ് ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സെക്കൻഡിൽ അത് കുറെ കൂടെ ഷോർട്ട് ആയിട്ട് ഒരു 500 ഇയേഴ്സിന്റെ ഹിസ്റ്ററി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പേപ്പറിൽ ആദ്യം മുതൽക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യന്റെ ബിഗിനിങ്, മനുഷ്യൻ ഉണ്ടായ സമയം മുതൽക്ക് മനുഷ്യൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള, മനുഷ്യൻ എൻഗേജ് ചെയ്തിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു. ഇപ്പം മനുഷ്യന്റെ ഹണ്ടിങ്, അതേപോലെ തന്നെ മനുഷ്യൻ എങ്ങനെയാണ് ഫുഡ് കളക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹണ്ടിങ് ഗാദറിങ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് ആളുകൾ ഈ നിയോലിത്തിക് പീരീഡിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് പിന്നീട് എങ്ങനെയാണ് വലിയ സിവിലൈസേഷനിലോട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്, അഗ്രികൾച്ചർ എങ്ങനെയാണ് സിവിലൈസേഷന് വഴിവെച്ചിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിൽ എങ്ങനെയാണ് ഹാരപ്പൻ നാഗരികത ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ അതിനുശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് എക്കണോമി എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു മെയിൻ, അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേൾഡിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ്, ചേഞ്ചസ്, അതെങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഈ ഒരു പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം അറേബ്യയിൽ എങ്ങനെ ഇസ്ലാമിന്റെ വരവ് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ അമേരിക്കയെ കണ്ടെത്തിയത് എങ്ങനെയാണ്
യൂറോപ്യന്മാർ എങ്ങനെയാണ് അമേരിക്കയെ കണ്ടെത്തി, അതെങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലോട്ടുള്ള വരവ്, വാസ്കോഡഗാമ, പോർച്ചുഗീസുകാര്, അതിനുശേഷം വന്നിട്ടുള്ള മറ്റ് യൂറോപ്യന്മാര്, ഇവരുടെയൊക്കെ വരവ് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിന് മെയിനായിട്ട് 7 തീമുകളാണ് ഉള്ളത്. 7 വലിയ ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിന്റെ തീം 1 ഹിസ്റ്റോറിയോഗ്രഫി, എൻവയോൺമെന്റ്, എക്കണോമി എന്നാണ് പേര്. തീം 2 എമർജൻസ് ഓഫ് ഏർലി എക്കണോമിക് സ്ട്രക്ചേഴ്സ്. തേർഡ് കോംപ്ലക്സ് എക്കണോമിക് സ്ട്രക്ചേഴ്സ്. ഫോർത്ത് ഏർലി മിഡീവൽ എക്കണോമി ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂറ്റീസ്. ഫിഫ്ത്ത് മിഡീവൽ എക്കണോമി. സിക്സ്ത് ട്രേഡ്, ടെക്നോളജി ആൻഡ് അർബനൈസേഷൻ. പിന്നെ 7th ലാസ്റ്റ് തീം വിമൻ ആൻഡ് എക്കണോമി. അപ്പൊ ഇതിൽ ഈ ലാസ്റ്റ് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം നമ്മൾ ഇന്നേ വരെ പഠിക്കാത്തൊരു കാര്യമാണ് ഈ ഒരു തീം 7 ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് എന്താണ് അതിന്റെ കണ്ടന്റ് എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ തീം 1, ഈ തീം 1 എന്ന് പറയുന്നത് കുറെ കൂടെ ഹിസ്റ്റോറിയൻസിനെ പറ്റിയിട്ട്, ഹിസ്റ്റോറിയൻസിന്റെ ഐഡിയാസ്, അവരുടെ ആർഗ്യുമെന്റ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ്, അതായത് ഡി കസാംബി, RS ശർമ്മ, അതേപോലെ തന്നെ ഇർഫാൻ ഹബീബ് പോലുള്ള ചരിത്രകാരന്മാർ, അവരുടെ ആർഗ്യുമെന്റുകളൊക്കെയാണ് നമ്മൾ ഈ തീം 1 മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തീം 1 ഒരു അടുത്തൊരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ എൻവയോൺമെന്റ്, എക്കോളജി എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റിസോഴ്സുകൾ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും തീം 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീം 2 വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ ഇന്ത്യയുടെ ആ ഒരു ട്രാൻസിഷൻ, അതായത് ഈ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു അഗ്രേറിയൻ സൊസൈറ്റിയിലോട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു ട്രാൻസ്ഫർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇരുമ്പ് എങ്ങനെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയെ മാറ്റിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പിന്റെ കണ്ടെത്തൽ, ഇരുമ്പിന്റെ വരവ്, ആളുകൾ ഇരുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങി, അതെങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും സെക്കൻഡ് തീമിന്റെ ഒരു മെയിൻ കണ്ടന്റ് ആണ്. ഇനിയിപ്പോ തേർഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൗര്യൻ എംപയർ, അതേപോലെ തന്നെ ഇന്ത്യയിൽ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എംപയർസ്, കിങ്ഡംസ്, ഈ അതിനെ പറ്റിയിട്ടും ഓരോ എംപയർ, ഇപ്പൊ ശതവാഹനാസ്, മൗര്യാസിന്റെ, ഇവരുടെയൊക്കെ ടൈമിൽ ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ ടൗണുകൾ ഒക്കെ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു 600 BCE ടൗണുകൾ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൗസാംബി, അതേപോലെ തന്നെ രാജഗൃഹ, പാടലിപുത്ര പോലുള്ള ടൗണുകളൊക്കെ എങ്ങനെയാണ് എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഈ ഒരു തീം 3 ഒരു മെയിൻ കണ്ടന്റ് ആണ്. പിന്നെ തീം 4 വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ ഏർലി മിഡീവൽ എക്കണോമി ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഗുപ്താസിന്റെ ഡീക്ലൈനിന് ശേഷമുള്ള ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഫ്യൂഡലിസം ഡിബേറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ട്രേഡ് ഡീക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ ലാൻഡ് ഗ്രാൻസിനൊക്കെ പറ്റിയിട്ട് ഈ തീം 4 ഡിസ്കസ് ചെയ്യാം. അത് ഈ തീം 4 എന്ന് പറയുന്നത് എസ്പെഷ്യലി ഗുപ്ത എംപയറിന്റെ ഡീക്ലൈനിന് ശേഷമുള്ള ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോ തീം 5 വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു തിയറിറ്റിക്കൽ ആണ് ആ ചാപ്റ്റർ. അതായത് ഹിസ്റ്റോറിയൻസിന്റെ തന്നെ ആർഗ്യുമെന്റ്, എസ്പെഷ്യലി ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന്റെ ആർഗ്യുമെന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ തീം 5 എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ കുറെ കൂടെ സെൽഫ് സഫീഷ്യന്റ് ആണ് എന്നുള്ളൊരു ആർഗ്യുമെന്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രേഡ് ഒന്നും എക്സ്റ്റെൻസീവായ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ലാൻഡും സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആളുകൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇന്ത്യയിൽ സംഭവിച്ചിട്ടേ ഇല്ല എന്നൊക്കെയുള്ള ആർഗ്യുമെന്റ് കൊളോണിയൽ ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ആർഗ്യുമെന്റിനെ ക്രിട്ടീക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാണ് ഈ തീം 5. അതായത് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് അതിനെ കാണുന്നത്, ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് കൊളോണിയൽ ഹിസ്റ്റോറിയൻസിന്റെ കാഴ്ചപ്പാടിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് തീം 5 മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ തീം 6 വരികയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു
സെക്കൻഡ് പോർഷൻ ഉണ്ടല്ലോ, 1200 മുതൽക്കുള്ള ഒരു ഹിസ്റ്ററിയാണ് കുറെ കൂടെ പറയുന്നത് ഇതിൽ. മിഡീവൽ ടൈമിൽ ഇന്ത്യയുടെ ടെക്നോളജി എന്തായിരുന്നു, അതേപോലെ തന്നെ മുഗൾസും ഡൽഹി സുൽത്താൻമാരൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ള കോയിൻസിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ കൊമേഴ്സ്യലൈസേഷനെ പറ്റിയിട്ട്, മാർക്കറ്റുകളുടെ വരവ്, അതേപോലെ തന്നെ യൂറോപ്യന്മാരുടെ വരവ്, അതേപോലെ തന്നെ ആ സമയത്ത് എസ്പെഷ്യലി മുഗൾസിന്റെ ഒക്കെ സമയത്ത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ, അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ എക്സ്പാൻഷന്, ഇത് അതേപോലത്തെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇതില് ഈ തീം 6 മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയില് ഈ മിഡീവൽ ടൈമില് എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിറ്റീസ്, ടൗൺസ്, അതായത് ഡൽഹി, ആഗ്ര, അതേപോലെ തന്നെ കാലിക്കറ്റ്, ഇങ്ങനെയൊക്കെ ഈ ടൗണുകൾ, ഇതൊക്കെ എങ്ങനെയാണ് മിഡീവൽ കാലഘട്ടത്തിൽ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തീം 6 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി തീം 7 വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സ്ത്രീകളുടെ റോള്, ഇന്ത്യൻ എക്കണോമിക്ക് എങ്ങനെയാണ് സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ അവർ അഗ്രികൾച്ചറിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ട്രേഡിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അവർ വെറും വീട്ടുജോലികൾ മാത്രമായിട്ട് ചെയ്തുകൊണ്ട് ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വീട്ടുജോലിക്ക് അപ്പുറമുള്ള സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ തീം 7 മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. നിങ്ങളുടെ MH105 എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് ഇനിയുള്ള വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ തീമുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ താങ്ക് യു.